എൻ്റെ കാശിനാഥ, കാത്തോണേ. വേറെ നിവർത്തിയില്ലാത്തോണ്ടാ ഈ പാവങ്ങളെ ഇവിടെ ഇട്ടിട്ട് മൈലുകളപ്പുറം പോകുന്നത്. കാത്തോണേ എൻ്റെ കുടുംബത്തെ. നീയല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? കട്ടിലിലേക്കിരുന്നുകൊണ്ട് പാർവണ നിശബ്ദം പ്രാർത്ഥിച്ചു. മനസ്സിലെ ഏറുന്ന ഭാരത്തോടെ കിടക്കാൻ തുടങ്ങിയതും വല്യേച്ചി എന്നും വിളിച്ച് പവിത്ര ഓടി വന്ന് കട്ടിലിൽ കയറി കിടന്നുകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു. എൻ്റെ പവി, നിനക്കൊന്ന് പതിയെ വന്നാൽ എന്താ മോളെ? വയ്യാണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഓടണോ കുട്ടി? ഈ ചേച്ചിയുടെ ഒരു കാര്യം, എനിക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ലെന്നേ. അത് ശരിയാണ്, പക്ഷേ നമ്മൾ സൂക്ഷിക്കണം മോളെ. നാളെ ചേച്ചി ജോലിക്കായി പോകുമ്പോൾ അമ്മയുടെ അടുത്ത് നല്ല കുട്ടിയായിരിക്കണം. അമ്മയും കൊച്ചേച്ചിയും പറയുന്നതൊക്കെ അനുസരിക്കണം കേട്ടോ. പിന്നെ സ്കൂളിൽ പോകാൻ കഴിയാത്തത് എൻ്റെ കുട്ടിക്ക് വേദനയാണെന്ന് ചേച്ചിക്ക് അറിയാടാ. പക്ഷേ അത് വേണ്ട. ചേച്ചി മോളെ വീട്ടിലിരുത്തി പഠിപ്പിച്ച് എക്സാം എഴുതിക്കാം കേട്ടോ. ഓപ്പറേഷൻ കഴിയുന്നത് വരെ മോള് നന്നായി സൂക്ഷിക്കണം. അമ്മയ്ക്ക് എപ്പോഴും ആദ്യ അറിയാലോ. അച്ഛൻ പോയ പിന്നെ തളർന്നു പോയതാ ആ പാവം. എൻ്റെ വല്യേച്ചി ജോലിക്ക് പോയിട്ട് ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ വരുന്നേ? എന്തിനാ ഇപ്പോൾ ദൂരെ എവിടെയോ പോകുന്ന മട്ടിൽ സംസാരിക്കുന്നേ? അത് മോളെ, വല്യേച്ചി ഒരു കാര്യം പറഞ്ഞ മോള് വിഷമിക്കരുത്. ചേച്ചി നാളെ പോകുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെയാ ജോലി ചെയ്യുന്നേ. വല്ലപ്പോഴും മാത്രമേ ഇവിടേക്ക് വരാൻ കഴിയുള്ളൂ. അവൾ വേദനയോടെ പറഞ്ഞു. വല്യേച്ചി, പവി വേദനയോടെ വിളിച്ചു. പോണം മോളെ. പാറുവിൻ്റെ പഠിത്തം, നിന്റെ ഓപ്പറേഷൻ, അമ്മയുടെ കാര്യം ഒക്കെ നടക്കണ്ടേ? ചേച്ചിയുണ്ട് നിങ്ങൾക്ക് എന്നും. പക്ഷേ ഇവിടെ ഈ തയ്യൽ കൊണ്ടോ ട്യൂഷൻ കൊണ്ടോ ഒന്നും നടക്കില്ല. ഓപ്പറേഷന് തന്നെ വലിയൊരു തുകയാകും. പാർവണ കണ്ണുകൾ നിറച്ച് പറയുമ്പോൾ പവിയുടെ കണ്ണുകളും നിറഞ്ഞു. ഉറങ്ങിയോ രണ്ടാളും? അവിടേക്ക് വന്ന പാർവതി അവരുടെ ഇടയിലേക്ക് നൂണ്ടു കയറി. കൊച്ചേച്ചിക്കെന്താ അമ്മയോടൊപ്പം കിടന്നാ? പവി മുഖം വേർപ്പിച്ചു. അയ്യടി, ഇതെൻ്റെയും ചേച്ചിയാ, നിന്റെ മാത്രം അല്ല കേട്ടോ. അവളുടെ ഒരു കുശുമ്പ്. പാറു പറഞ്ഞതും പാർവണ ചിരിച്ചു. നാളെ മുതൽ ഒരു വഴക്കുമില്ലാതെ രണ്ടും കൂടി കെട്ടിപ്പിടിച്ച് കിടന്നോണം. ഇടയ്ക്ക് നിൽക്കാൻ വല്യേച്ചിയില്ലെന്ന് ഓർമ്മ വേണം. പാറു, അമ്മയും പവിയെയും നിന്നെ ഏൽപ്പിച്ചാ ഞാൻ പോകുന്നേ. പിന്നെ നിന്റെ പഠിത്തം അത് ഉഴപ്പരുത് കേട്ടോ. എന്തേലും ആവശ്യമുണ്ടേ ശാരദേച്ചിയെ വിളിച്ചോട്ടോ. ശരത്തേട്ടൻ എന്തിനും കൂടെ ഉണ്ടാകും. ശരത്ത് എന്ന് കേട്ടതും പാറുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. പവി അത് കണ്ട് അവളെ ഒന്ന് നുള്ളി. പാറു അവളെ നോക്കി കണ്ണുരുട്ടി. പറയട്ടെ? അവൾ ചുണ്ടിൽ വെച്ച് ചോദിച്ചു. പൊടി. പാറു കണ്ണു കൂർപ്പിച്ചു. എന്താ രണ്ടാളും കൂടി? ഏയ് ഒന്നുമില്ല വല്യേച്ചി, പാറു പെട്ടെന്ന് പറഞ്ഞു. പവി അമർത്തി ചിരിച്ചു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, പാറു പറഞ്ഞു. പവി അവളെ നോക്കി ചുണ്ടുകൂട്ടി. അമ്മ ഉറങ്ങിയോ മോളെ? ഉറങ്ങി ചേച്ചി, എന്നിട്ടാ ഞാൻ വന്നേ. ആണോ? എന്നാ വാ കിടക്കാം. പാർവണയുടെ ഇടവും വലവും രണ്ടനുജത്തിമാരും കിടന്ന് അവളെ ചുറ്റിപ്പിടിച്ചു. പാർവണയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. നാളെ മുതൽ എന്താകും കാശിനാഥ എൻ്റെ ജീവിതം? കോൺട്രാക്ടറായിരുന്നു സുകേശൻ. അയാൾക്കും ഭാര്യ ലളിതയ്ക്കും 3 പെൺമക്കൾ. പാർവണ, പാർവതി, പവിത്ര. പാർവണ ഡിഗ്രി കഴിഞ്ഞു. പാർവതി ഡിഗ്രി ഫസ്റ്റ് ഇയർ. പവിത്ര 10ാം ക്ലാസ്സിലാണ്. അവൾക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്. സർജറി കൊണ്ട് മാത്രമേ അത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പാർവണ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് അച്ഛൻ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അയാളുടെ പെട്ടെന്നുള്ള മരണം ലളിതയെ തളർത്തി. അവർക്ക് സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നുപോയി. അച്ഛൻ്റെ നീക്കിയിരിപ്പ് കൊണ്ടും നാട്ടുകാരുടെ സഹായം കൊണ്ടും അവരിപ്പോൾ എണീറ്റ് നടക്കും. അവളുടെ അവസ്ഥ അറിയുന്ന അയലത്തെ ശാരദേച്ചിയുടെ മകൻ ശരത്ത് അവൾക്കൊരു ജോലി തരപ്പെടുത്തി. ശരത്ത് ഓട്ടോ ഡ്രൈവറാണ്. നല്ല പഠിത്തം ഉണ്ടായിട്ടും അവന് ജോലിയൊന്നും തരപ്പെട്ടില്ല.
ആരുടെ മുന്നിൽ കൈനീട്ടാൻ ഇഷ്ടമില്ലാത്തവൻ സ്വന്തമായൊരു ഓട്ടോ അങ്ങെടുത്തു. അവനാണ് പാർവണയ്ക്കും വീട്ടുകാർക്കും തുണയായി നിൽക്കുന്നത്. പിറ്റേന്ന് തന്നെ വീട്ടുകാരോട് യാത്ര പറഞ്ഞതുകൊണ്ട് അവൾ ശരത്തിനൊപ്പം കൊച്ചിയിലേക്ക് വണ്ടി കയറി. പാർത്ഥസാരഥി ട്രേഡേഴ്സ് എന്ന ബഹുനില കെട്ടിടം കണ്ട അവൾക്ക് തല ചുറ്റുന്ന പോലെ തോന്നിപ്പോയി. ശരത്തെ, ഇവിടിപ്പോ? ചേച്ചി വാ, ഇവിടുത്തെ എംഡിക്ക് ഒരു അസിസ്റ്റന്റ് വേണമെന്ന് ദിവാകരേട്ടനാ പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചു, ഒന്നും പേടിക്കാനില്ല. അവൾ അവനൊപ്പം മുന്നോട്ട് നടന്നു. ഗ്ലാസ് ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും AC-യുടെ കുളിർമയിൽ അവളൊന്ന് വിറച്ചു. അല്പം പേടിയോടെ തന്നെ ചുറ്റും നോക്കി. മാനേജർ എന്ന ക്യാബിൻ കണ്ടതും ശരത് അവളുമായി അവിടേക്ക് കടന്നു. സർ. ഹ, ആരിത്? ശരത്തോ? ഇതാണ് സർ, ഞാൻ പറഞ്ഞ പാർവണ ചേച്ചി. ആ, കുട്ടി വരൂ. ശരത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുട്ടി ഒന്നും കൊണ്ടും പേടിക്കണ്ട. കുട്ടിയുടെ പ്രായത്തിൽ എനിക്കും ഉണ്ടൊരു പെൺകുട്ടി. ഒരാളല്ല, 2 പെൺകുട്ടിയോളാ. എൻ്റെ പേര് രഘുവരൻ. ശരത്ത് പോയിക്കോളൂ. ഈ കുട്ടിയുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. സർ, ഞാൻ പറഞ്ഞില്ലേ, പാർവണേച്ചി ഇതുവരെ വീട്ടിൽ നിന്നും മാറി നിന്നിട്ടില്ല. അതിൻ്റെ ഒരു... മോനെ, ഈ കുട്ടിയെ താമസിപ്പിക്കാൻ പോകുന്നത് പാർത്ഥൻ്റെ കൊട്ടാരത്തിലാ. അവിടെ ഇവൾക്ക് ഒന്നിനെയും ഭയക്കണ്ട, ആരെയും ഭയക്കണ്ട. നീ ധൈര്യമായി പോയിക്കോ. അയാളുടെ ആ വാക്കുകൾ അവനും അവൾക്കും ഒരുപോലെ ധൈര്യമായി. ശരത്ത് പോയതും അയാൾ അവളെയും കൂട്ടി CEO-യുടെ ക്യാബിനിലേക്ക് നടന്നു. പാർത്ഥ, വെളുത്ത സുമുഖനായൊരു ചെറുപ്പക്കാരൻ തല ഉയർത്തി. എന്താ അങ്കിൾ? ദാ ഇതാണ് ആ കുട്ടി. അയാൾ ഒഴിഞ്ഞു നിന്നു. ബാഗിൻ്റെ വള്ളിയിൽ കൈകൾ മുറുക്കി കുനിഞ്ഞ ശിരസോടെ നിൽക്കുന്ന വെളുത്ത മെലിഞ്ഞ ഒരു പെൺകുട്ടി. എന്താ പേര്? അവൾ മെല്ലെ മുഖമുയർത്തി. പാർവണ. വിറയാർന്ന സ്വരത്തോടെ അവൾ പറഞ്ഞു. അങ്കിൾ പൊയ്ക്കോ, ഞാൻ ഇയാളെ ഒന്ന് പരിചയപ്പെടട്ടെ. മോളിരുന്നോ, ഞാൻ അപ്പുറത്തുണ്ടാകും. ഇരിക്കെ. അവൻ്റെ ശബ്ദം. അവൾ പേടിയോടെ മുഖം കുനിച്ചിരുന്നു. ഞാൻ പാർത്ഥിപൻ. എനിക്ക് കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ, എന്നിട്ടും മറുപടി പറഞ്ഞാൽ മതി. എനിക്കിപ്പോൾ ഒരു അസിസ്റ്റൻറ്റിനെ അല്ല ആവശ്യം. എൻ്റെ ഭാര്യയെ അഭിനയിക്കാൻ ഒരു നടിയെയാ. അവൾ ഞെട്ടലോടെ തല ഉയർത്തി നോക്കി. ഇയാൾ പേടിക്കൊന്നും വേണ്ട. എൻ്റെ തറവാട്ടിൽ എൻ്റെ ബന്ധുക്കളുടെ മുന്നിൽ മാത്രമായിരിക്കും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ. അല്ലാതെ എന്നിൽ നിന്നും തനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. സമ്മതമാണേ ദേ ഈ താലിയെടുത്ത് കഴുത്തിലണിഞ്ഞോ. മാസം 1.5 ലക്ഷം രൂപ തൻ്റെ അക്കൗണ്ടിലെത്തിയിരിക്കും. അത് പോരാ എന്നാണെങ്കിൽ അതും പറഞ്ഞോ. ഓക്കെ ആണെങ്കിൽ ഈ എഗ്രിമെൻ്റ് സൈൻ ചെയ്തോളൂ. അവനൊരു ഫയൽ മുന്നിലേക്ക് നീട്ടി. അവൾക്ക് തല ചുറ്റി. മാസം 1.5 ലക്ഷം രൂപ. അത് കിട്ടിയാൽ ആശ്വാസമാണ്. പവിമോളുടെ ഓപ്പറേഷൻ നടത്താം. പക്ഷെ അതിന് ഇയാൾ പറയുന്ന ജോലി, അതാണ് അവളെ വിയർക്കുന്നത്. ഒരു നിമിഷം വീട്ടിലുള്ള 3 പേരുടെ മുഖം ഓർമ്മയിൽ തെളിഞ്ഞു. അവൾ ഫയലെടുത്തു. കണ്ണീർ കാഴ്ചയെ മറച്ചു. ഒന്നും വായിക്കാൻ കഴിഞ്ഞില്ല. ടേബിളിലിരുന്ന പെന്നെടുത്ത് പേരെഴുതി സൈൻ ചെയ്തു. പിന്നെ അവൾ വിറയ്ക്കുന്ന കൈകളോടെ ആ താലിയെടുത്തു. അവളുടെ ഉള്ളിൽ അച്ഛൻ്റെ മുഖം തെളിഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂകി. അവൻ അവളെ നോക്കിയിരിക്കുകയാണ്. അവളുടെ വിറയിൽ കണ്ണുനീർ അവനത് നോക്കിക്കണ്ടു. അവൾ അതിലേക്കൊന്ന് നോക്കി. ഇങ്ങനെ ഒരെണ്ണം സ്വപ്നം പോലും കാണാൻ യോഗ്യതയില്ലാത്ത ഒരാളാണ് താൻ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പിന്നെ കണ്ണുകൾ അടച്ചു പിടിച്ചു. എന്നോട് പൊറുക്കണേ മഹാദേവ, വേറെ നിവർത്തിയില്ലാഞ്ഞിട്ടാ. അവളത് സ്വയം അണിഞ്ഞു. അത് കണ്ട് അവൻ്റെ മുഖമൊന്ന് വിടർന്നു. അവൻ ചാടി എണീറ്റു. വരൂ, തൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ രഘുവങ്കിളിനെ ഏൽപ്പിക്കണം. അവൻ്റെ സന്തോഷം നിറഞ്ഞ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിക്കണ്ണുകൾ തുറന്നു. പിന്നെ ചാടി എണീറ്റ് ബാഗിൽ തെറുത്തു പിടിച്ചുകൊണ്ട് കുനിഞ്ഞു നിന്നു.
എടോ പാർവണ, താൻ കുറച്ചുകൂടി ബോൾഡായി നിൽക്കണം. ഇങ്ങനെ ഒരു തൊട്ടാവാടിയായൊരു പെണ്ണിനെയാണോ ഈ പാർത്ഥൻ പ്രണയിച്ചതെന്ന് ആരെക്കൊണ്ടും പറയിക്കരുത്. അവൾ മെല്ലെ തല ചലിപ്പിച്ചു. അതുപോലെ തന്നെ ഈ തലയാട്ടൽ, അത് വേണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാ തുറന്നു പറയണം. അതിനാ ദൈവം നാവ് തന്നിരിക്കുന്നത്. മനസ്സിലായോ? അവൻ ചോദിച്ചതും വീണ്ടും അവൾ തലയാട്ടി. അത് കണ്ടതും അവൻ്റെ മുഖം ചുവന്നു. അവൾ പേടിയോടെ അവനെ നോക്കി. മനസ്സിലായി സർ. പെട്ടെന്നവൾ പതുങ്ങിയ ശബ്ദത്തോടെ പറഞ്ഞു. അവനൊന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങി. ഒന്നാലോചിച്ച ശേഷം അവളും അവൻ്റെ പിന്നാലെ പാഞ്ഞു. പാർക്കിംഗ് ഏരിയയിലെത്തി അവൻ നിന്നു. അവൾ കിതച്ചുകൊണ്ടെത്തിയതും അവൻ ആഡംബര കാറിലേക്ക് നോക്കി. കയറ്. അവൾ അവനെയും കാറിലേക്ക് മാറി മാറി നോക്കി. എന്താടോ, കയറിക്കോ. സർ, ഞാൻ എന്തായാലും അഭിനയിക്കാൻ തുനിഞ്ഞില്ലേ, ഇനിയിപ്പോ വരുന്നോലെ വരട്ടെ. അവൾ ഓർത്തുകൊണ്ട് പിന്നിലേക്ക് കയറി. അവൻ എന്തോ ഒന്ന് ഓർത്തു. പിന്നെ ഒന്നും മിണ്ടാതെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. അവൻ അവളെയും കൊണ്ട് നേരെ പോയത് ടെക്സ്റ്റൈൽസിലേക്കാണ്. അവിടെ ചെന്നവൻ അവളെ നോക്കി. പോയി ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ വേണ്ടതൊക്കെ എടുത്തോ. സർ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സാരമില്ല, ഇപ്പം താൻ പോയി വേണ്ടതെടുക്ക്. അവൾ മടിയോടെ നിന്നു. മേഘ. യെസ് സർ. ദാ ഈ കുട്ടിയുടെ അളവിന് ഇപ്പോഴത്തെ മോഡൽ ഡ്രസ്സൊക്കെ എടുത്തോ. പിന്നെ ഈ വേഷം മാറ്റി വരണം കേട്ടോ. മേഘ, താനൊന്ന് റെഡിയാക്കിയേക്ക്. യെസ് സർ. കണക്കൊന്നും വയ്ക്കണ്ട, വേണ്ടതൊക്കെ എടുത്തോ. മനസ്സിലായല്ലോ? അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ ക്യാബിനിലേക്ക് കയറി. വരൂ. അവൾ മേഘയുടെ കൂടെ പോയി. മേഘ അവൾക്ക് വേണ്ട ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് അവൻ്റെ കാറിലാക്കി. പുതിയ മോഡൽ അനാർക്കലി സെറ്റ് ഇടിയിച്ച് അവളെ ഒന്ന് റെഡിയാക്കി മേഘ അവളെ കാറിലാക്കി. അപ്പോഴേക്ക് അവൻ വന്ന് കാറിൽ കയറി. എനിക്ക് ഇത്രയൊന്നും വേണ്ടിയിരുന്നില്ല, ഇതിപ്പോൾ വർഷം മുഴുവൻ ഇടാനുള്ളതുണ്ട്. അവൾ പതിയെ പറഞ്ഞത് കേട്ടിട്ടും അവനൊന്നും മിണ്ടിയില്ല. അരമണിക്കൂർ കഴിഞ്ഞതും വലിയൊരു ഗേറ്റിനു മുന്നിൽ കാർ ചെന്ന് നിന്നു. അവൻ റിമോട്ട് ഉപയോഗിച്ച് ഗേറ്റ് തുറക്കുന്നതവൾ അത്ഭുതത്തോടെ നോക്കി കണ്ണുമിഴിച്ചു. കാർ അകത്തേക്ക് കടന്നതും ഇരുവശത്തും നിറഞ്ഞു നിൽക്കുന്ന പൂച്ചെടികളും പച്ചപ്പും നീണ്ടു കിടക്കുന്ന വഴിയിലൂടെ മുകളിൽ ചെല്ലുമ്പോൾ കണ്ടു കൊട്ടാരം കണക്കെ ഒരു തറവാട് വീട്. അവളുടെ മുഖത്തുണ്ടായ ഭാവം മിററിലൂടെ കണ്ട് അവനൊന്ന് മന്ദഹസിച്ചു. പോർച്ചിൽ കാർ നിർത്തി അവൻ തിരിഞ്ഞു. ദേ, ഇത് ഒരൽപ്പം നെറുകയിൽ തൊട്ടോ. അവൾ അവൻ്റെ കയ്യിലേക്ക് നോക്കി. സിന്ദൂരച്ചിപ്പ്. അവളുടെ മിഴികൾ പിടച്ചു. വിശ്വസിക്കണ്ടേ, ഇവിടെയുള്ളവർ പൊട്ടന്മാരല്ല. അവൾ ഒന്നും മിണ്ടാതെ അതിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം തൊട്ടെടുത്തു. പിന്നെ അത് നെറുകയിൽ കുറി തൊട്ടു. അവൻ തിരിഞ്ഞു. അതുകൊണ്ട് തന്നെ അവളുടെ നിറഞ്ഞ മിഴികൾ അവൻ കണ്ടില്ല. അവൻ ഇറങ്ങി അവളുടെ അരികെ വന്ന് ഡോർ തുറന്നു പിടിച്ചു. ഇറങ്ങി വാ. അവൾ പിടച്ച മിഴിയോടെ അവനെ നോക്കി ഇറങ്ങി. ഇനി കുറച്ച് ധൈര്യമൊക്കെ ആകാം, പിടിച്ചു നിൽക്കണ്ടേ. അവൻ പറഞ്ഞത് അവൾക്ക് മനസ്സിലായില്ല. അവൻ ഡോറടച്ച് അവളുടെ നിൽപ്പ് നോക്കി. പിന്നെ അവളുടെ മെലിഞ്ഞ കൈത്തണ്ടയിൽ പിടിച്ച് അവൾ ഞെട്ടി അവനെ നോക്കി. അവൻ അവളെയും കൊണ്ട് തറവാടിന് മുന്നിൽ ചെന്ന് നിന്നു.